മറ്റേ ബഹുമാനിയായ കർത്തദാസന്മാർ, എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. सभी परमेश्वर के दासों को, विशेष करके परमेश्वर के दास पास्टर बिनू टी जॉन को और आए हुए बाकी सभी लोगों को यीशु मसीह के नाम से मैं अपना अभिवादन देता हूँ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണെന്ന് പൽക്കാലം നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാനിടയാകുന്നത്. और बिल्कुल मैंने सोचा नहीं था इस प्रकार से आपके सन्मुख में आ पाऊँगा, मगर प्रभु लेकर आया है. കഴിഞ്ഞ ദിവസങ്ങളിൽ നേപ്പാളിലായിരുന്നു. पिछले कुछ दिनों में नेपाल में था. ഒരു ദിവസം നേരത്തെ അവിടെ നിന്ന് യാത്ര പുറപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഇന്നിവിടെ ആയിരിക്കാൻ തക്കണയിടയായത്. एक दिन पहले ही वहाँ से निकलना पड़ गया मुझे, और जिसकी वजह से आज मैं आपके बीच में यहाँ पर मौजूद हूँ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം 3-4 ദിവസത്തെ ബൈബിൾ ക്ലാസ് ഈ ഹോളിൽ വെച്ച് നടക്കുവാൻ തക്കണയിടയായില്ല. और जैसे प्रभु के दास ने हमें स्मरण दिलाया, पिछले साल 2-3 दिन का बाइबल क्लास इसी हॉल में करने का मौका प्रभु ने दिया था. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനിടയാകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. और फिर दोबारा आपके बीच में इस प्रकार से आने के लिए प्रभु ने मौका दिया, उसके लिए धन्यवाद करते हैं. എനിക്ക് ഏറെ ഇഷ്ടമുള്ള സങ്കീർത്തനവും എൻ്റെ പ്രസംഗ വിഷയവുമാണ് ഈ 121 സങ്കീർത്തൻ. और मुझे बेहद ही पसंदीदा एक भजन संगीता और मेरे प्रचार का कई बार विषय है 121वां भजन संगीता. അതിൻ്റെ തലക്കെട്ട് മലയാളത്തിൽ ആരോഹണ ഗീതമെന്നാണ്, ഇംഗ്ലീഷിൽ സോങ് ഓഫ് അസൻസ് എന്നാണ്, ഹിന്ദിയിൽ എന്തോ എഴുതിയേക്കുന്നത് അതിൻ്റെ ഹെഡിങ് യാത്രാ സംഗീതം. यात्रा संगीत. और 121वां जो भजन संगीता है उसके हेडिंग में मलयालम और इंग्लिश में अलग अलग तरीके से लिखा गया है कि द साम्स ऑफ एसेंस, और हिंदी में हमें लिखा गया है कि यात्रा का गीत है. 120 സങ്കീർത്തനം തൊട്ട് और 134 സങ്കീർത്തനം വരെയുള്ള 15 സങ്കീർത്തനങ്ങളുടെയും തലക്കെട്ട് അങ്ങനെ തന്നെയാണ്. और 100 भजन संगीता 120 से लेकर 135 तक के जो 15 भजन हैं, उन सब का जो शीर्षक है वो एक ही है. 150 സങ്കീർത്തനങ്ങളിൽ 15 സങ്കീർത്തനങ്ങളാണ് യാത്രാ സംഗീതങ്ങൾ. और 150 भजन संगीताओं में से 15 भजन संगीता जो हमने अभी बताया है वो यात्रा के हैं. ഈ യാത്രാ സംഗീതം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിപ്പാൻ യെരൂശലേം ദേവാലയത്തിൽ ആരാധിപ്പാൻ പോകുമ്പോൾ വീട്ടിൽ വച്ചേ പാടും, വഴിയിൽ വെച്ച് പാടും, അങ്ങ് ചെല്ലുമ്പോൾ പാടും, ആ പാട്ടുകളെയാണ് യാത്രാ സംഗീതങ്ങളെന്ന് പറയുന്നത്. और यात्रा का गीत का मतलब है जब इजरायली जनता यरूशलेम मंदिर की ओर जाती थी प्रभु की आराधना और सेवकाई करने के लिए, तब वो घर से निकलते समय इस भजनों को गाते थे, रास्ते भर में गाते थे और वहाँ पहुँचकर भी गाते थे. तो उन गीतों को हम यात्रा का गीत कहते हैं. ഇപ്പം 122 സങ്കീർത്തനം ആരോഹണ ഗീതമാണ്, യാത്രാ സംഗീതമാണ്. അതിൽ വീട്ടിൽ വച്ച് തന്നെ പാടാൻ തുടങ്ങി. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ പോയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ വച്ച് ഈ പാട്ടങ്ങോട്ട് തുടങ്ങി. और 122वां भजन संगीता जो है, जो कि यात्रा का गीत है, जो घर से निकलने से पहले गाया जा रहा है. इसलिए उसका पहला वचन है, जब लोगों ने मुझसे कहा आओ हम यहोवा के भवन को चले, तब मैं आनंदित हुआ. तो घर से अभी तक निकले नहीं है, निकलने जा रहे हैं, और ये भी एक यात्रा का गीत है. ഇനി ആ സങ്കീർത്തനത്തിന് 4-ാം വാക്യം പോകുമ്പോൾ പാടുകയാണ്. അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കാറി ചെല്ലുന്നു. അപ്പോൾ നടക്കുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ട് പോവുകയാണ്. और उसका चौथा वचन जो है, वहाँ यहोवा के गोत्र के लोग यहोवा का नाम का धन्यवाद करने को जाते हैं, वह इजराइल के लिए साक्षी है. यहाँ पर हम समझ पाते हैं कि ये यात्रा के दौरान ही गाया जाने वाला भी गाना है. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 134 സങ്കീർത്തനം ഒടുവിലത്തെ യാത്രാ സംഗീതമാണ്. അല്ലയോ യാത്രാ കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി. അപ്പോൾ അങ്ങ് ചെയ്യുന്നു, ആലയത്തിൽ നിൽക്കുന്നു,
അവർ ദൈവത്തെ സ്തുതിക്കുന്നു. और 134वां जो भजन संगीता है वो वहां पर पहुंचकर प्रभु की आराधना के लिए गाया जाने वाला गीत है. वहां पे लिखा हुआ है, हे यहोवा के सब सेवकों सुनो, तुम जो रात रात को यहोवा के भवन में खड़े रहते हो, यहोवा को धन्य कहो. അപ്പോൾ ഈ യാത്രാ സംഗീതങ്ങൾ, ആരോഹണ ഗീതങ്ങൾ, സോങ് ഓഫ് അസൻസ് എന്ന് പറയുന്നത് ആരാധിക്കുന്നവരുടെ പാട്ടുകളാണ്. और ये जो यात्रा का गीत है ये आराधना करने वालों के लिए गाने वाला गीत है. ഈ 15 ആരോഹണ ഗീതങ്ങളിലെ കീ വേർഡ്, താക്കോൽ വാക്ക് സമാധാനം എന്നതാണ്. और ये 15 जो यात्रा के गीत है उनके अंदर का मूल शब्द जो है वो है समाधान या फिर शांति. ഈ 15 ആരോഹണ ഗീതങ്ങളിൽ സമാധാനമെന്ന വാക്ക് 7 പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. और ये 15 भजन संगीताओं में तकरीबन 7 बार शांति का शब्द जो है इस्तेमाल किया गया है. ഒന്നാമത്തെ യാത്രാ സംഗീതം 120 സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ സമാധാനമെന്ന വാക്ക് 2 പ്രാവശ്യമുണ്ട്. और 120वां जो भजन संगीता है वो सबसे पहला यात्रा का गीत है और उसके अंदर 2 बार शांति जो शब्द है उसका इस्तेमाल किया गया है. ഒന്ന് 6-ാം വാക്യത്തിൽ സമാധാന ദ്വേഷി, 2 7-ാം വാക്യത്തിൽ ഞാൻ സമാധാന പ്രിയനാകുന്നു. और पहला 6वां वचन और दूसरा 7वें वचन में इस शांति का इस्तेमाल बार बार किया गया है. ഇനി 122-ാം സങ്കീർത്തനത്തിൽ സമാധാനമെന്ന വാക്ക് 3 പ്രാവശ്യമുണ്ട്. 6-ാം വാക്യം, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. और 122वें भजन संगीता में 2 बार शांति का इस्तेमाल किया गया है. पहले 6वां वचन है, यरूशलेम की शांति का वरदान मांगो. ഇനി 7-ാം വാക്യത്തിലുണ്ട്, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം. और 7वें वचन में भी लिखा हुआ है, तेरी शहरपना के भीतर शांति. ഇനി 8-ാം വാക്യത്തിലുണ്ട്, 2-ാം ഭാഗം, നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ. और 8वें वचन में भी है कि मैं कहूंगा कि तुझ में शांति होवे. അപ്പൊ 2, 3, 5 പ്രാവശ്യം കണ്ടു സമാധാനം എന്ന വാക്ക്. और हमने 2 और 3 5 बार देख लिया शांति कहां पर लिखा ഇനി हुआ है. 125-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ ലൈനിലുണ്ട്, ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. और 125वें आखिरी वचन में लिखा गया है कि इज़राइल को शांति मिले. ഇനി 7-ാമത് ഒടുവിൽ 128-ാം സങ്കീർത്തനം ആരോഹണ ഗീതമാണ്. ഏറ്റവും ഒടുവിലുണ്ട്, ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. और 128 के 6वें वचन में आखिर में लिखा हुआ है कि इज़राइल को शांति मिले. ये 7वां वचन था. എന്താ ഇതിന്റെ അർത്ഥം? ഈ ലോകത്തിൽ ആർക്കാണ് സമാധാനമുള്ളത്? ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ യഥാർത്ഥ സമാധാനമുള്ളൂ. और इसका अर्थ क्या है? इस दुनिया में किसको शांति है? परमेश्वर की आराधना करने वाले परमेश्वर के जन को ही केवल शांति मिलती है. ഈ സമാധാനത്തിനും ഒരു ആരോഹണം നമുക്ക് കാണാൻ കഴിയും. और इस शांति में भी एक यात्रा हमको दिखती है. ഒന്ന്, സമാധാന ദ്വേഷി നമ്മുടെ ഒന്നാമത്തെ അവസ്ഥയായിരുന്നു. നമുക്ക് സമാധാനമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്തിരുന്നില്ല. और सबसे पहला जो है वो है समाधान या शांति जिसके पास नहीं था. ना हमारे अंदर शांति थी, ना हम दूसरों को शांति दे पाते थे. 2, നിന്നിൽ സമാധാനം വ്യക്തിപരമായ സമാധാനമാണ്. और दूसरा जो है आपके अंदर में शांति, वो व्यक्तिगत रीति से शांति आपके अंदर होनी चाहिए. 3, നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. അത് ഭവനത്തിന്റെ അകത്തെ സമാധാനമാണ്. और तीसरा, तेरी शहरपना के भीतर शांति रहे, वो तेरे घराने और तेरे घर के अंदर की शांति को दिखाते हैं. 4, യെരൂശലേമിന്റെ സമാധാനം പട്ടണത്തിന്റെ സമാധാനമാണ്. और चौथा, यरूशलेम के अंदर शांति रहे, वो आपके देश की शांति को दिखाते हैं. 5, ഇസ്രായേലിന്മേൽ സമാധാനം രാജ്യത്തിന്റെ സമാധാനമാണ്. और 5वां, इजराइल में शांति रहे, वो आपके पूरे राज्य की शांति को बताते हैं. നമ്മുടെ സമാധാനമാണ് നമ്മുടെ ഭവനങ്ങളിലെ സമാധാനം. हमारे अंदर की जो शांति है वो हमारे भवनों की शांति होती നമ്മുടെ है. ഭവനങ്ങളിലെ സമാധാനമാണ് പട്ടണത്തിന്റെ സമാധാനം. और हमारे भवन में जो शांति रहेगी वो हमारे देश में शांति रहेगी. പട്ടണത്തിന്റെ സമാധാനമാണ് രാജ്യത്തിന്റെ സമാധാനം. और हमारे देश में जो शांति रहेगी वही हमारे राज्य में उसकी शांति ഈ रहेगी. 121-ാം സങ്കീർത്തനത്തിൽ 8 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. और 121वें भजन संगीता में 8 वचनों को हमने पढ़ा है. ഓരോ ഈ 2 വാക്യങ്ങളിൽ
നമ്മുടെ ദൈവം നമുക്കാരാണെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. और मतलब दो वचनों के कर हम यहाँ पर सीख सकते हैं कि परमेश्वर हमारा क्या है और हमारी जिंदगी में क्या करता है. ആദ്യത്തെ 2 വാക്യങ്ങളിൽ അവർ ഗോഡ് ഹീസ് അവർ ഹെൽപ്പർ, നമ്മുടെ ദൈവം നമ്മുടെ സഹായകനാണ്. और पहले के 2 वचनों में हमारा परमेश्वर हमारा सहायक है, हमारा परमेश्वर हमारी सहायता करता है. എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? मैं अपनी आंखें पर्वतों की ओर उठाऊंगा, मुझे सहायता कहां से मिलेगी. അപ്പോൾ നമുക്കൊരു സഹായകനുണ്ട്. എപ്പോഴെല്ലാം സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മൾ കണ്ണുയർത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ആകാശം ചായിച്ച് അവൻ ഇറങ്ങി വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. और जब जब हमने अपनी आंखें पर्वतों की ओर उठाई है सहायता के लिए, तब तब परमेश्वर ने आसमान को नीचे करके हमारी सहायता के लिए उतर कर आया है. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ദൈവജനം ആരാധിക്കുന്നു. और हमारी सहायता करने वाला एक परमेश्वर है और उस परमेश्वर की आप और मैं आराधना करते हैं. ഇനി 3-4 വാക്യങ്ങളിൽ और ഗോഡ് ഹീസ് അവർ കീപ്പർ, നമ്മുടെ ദൈവം നമ്മുടെ കാവൽക്കാരനാണ്. और तीसरे और चौथे वचन में हम देख सकते हैं कि परमेश्वर हमारा कीपर या फिर परमेश्वर हमारा रक्षक है. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, वो तेरे നിന്നെ കാക്കുന്നവൻ. അപ്പോൾ നമുക്കൊരു കാവൽക്കാരനുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്നവനുണ്ട്. और वह तेरे पावों को टलने न देगा, और तेरा रक्षक जो तेरी रक्षा करेगा, जो तुझे सुरक्षित रखेगा, ऐसा एक परमेश्वर आपका और मेरा है. എലീശായ്ക്ക് ചുറ്റും അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളെയും കൊണ്ട് നിറച്ച ഭക്തനെ സൂക്ഷിച്ച ആ ദൈവമാണ് നമ്മുടെ ദൈവം. और एलीशा के चारों ओर परमेश्वर ने अपने अग्निमय रथों और अग्निमय दूतों के साथ उसकी रक्षा करने के लिए भेजा. वही परमेश्वर आपका और मेरा परमेश्वर है. ഇനി 5-6 വാക്യങ്ങളിൽ അവർ ഗോഡ് ഹീസ് അവർ ഷെൽട്ടർ, നമ്മുടെ ദൈവം, നമ്മുടെ മലയാളത്തിൽ തണലെന്നാണ്, ഇംഗ്ലീഷിൽ ഷെയ്ഡ് എന്നാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ തണൽ തരുന്ന ഷെൽട്ടറാണ് ഈ നമ്മുടെ ദൈവം. और 5वें और 6ठे वचन में हम देख सकते हैं कि परमेश्वर हमारे ऊपर छाव है. आमीन, हालेलुया. वो हमें धूप से और बाकी सारी विषयों से छुपा कर रखेगा. ചൂടേറിയ മരുഭൂമി യാത്രയിൽ നമ്മൾ തളർന്ന് വീഴാത്തതിന്റെ കാരണം ഷെൽട്ടറായി, തണലായി, തണുപ്പായി, ഹല്ലേലൂയ, മറവിടമായി അവൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ കുടയായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ തളരാതെ നിൽക്കുവാനിടയായത്. और दिन की धूप में आप और मैं अब तक गिरे बिना, फंसे बिना, आमीन, हालेलुया, अब तक क्यों चल पा रहे हैं? क्योंकि परमेश्वर हमारी छाव है, परमेश्वर हमारा सहायक है. परमेश्वर ने हमें और आपको एक शेल्टर दे रखा है, जिसकी वजह से आप और मैं नहीं गिरे और चल रहे हैं. ഈ 7-8 വാക്യങ്ങളിൽ അവർ ഗോഡ് ഹീസ് അവർ പ്രിസർവർ, മലയാളത്തിൽ പരിപാലിക്കുമെന്നാണ്, ഇംഗ്ലീഷിൽ പ്രിസർവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നവനാണ്. और यहाँ पर उसके 7वें और 8वें वचन में लिखा गया है कि परमेश्वर हमारा प्रिजर्वर, यानी परमेश्वर हमारी रक्षा करने वाला, हमें खराब होने से बचाने वाला है. പ്രിസർവ് എന്ന വാക്ക്, പരിപാലിക്കുക എന്ന വാക്ക് 3 പ്രാവശ്യം ആ 7-8 വാക്യങ്ങളിലായിട്ടുണ്ട്. और प्रिजर्व या फिर रक्षा करना, हमारी संभालना, उस शब्द को 3 बार 7वें और 8वें वचन में इस्तेमाल कर रखा അത് है. ത്രികാലി അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്, ശ്രദ്ധിച്ചു നോക്കിയാൽ. और वो 3 भावनाओं को आपकी और मेरी जिंदगी में दिखाता है अगर हम ध्यान से पढ़े तो. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നമ്മളെ കേടുകൂടാതെ സൂക്ഷിച്ചു. और पिछले दिनों में परमेश्वर ने हमें, आमीन, कुछ भी हानि से ना होकर रक्षा किया. ഇന്ന് നമ്മളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നു. और आज हमें बिना किसी रुकावट के हमारी रक्षा करता है. ഇനി എന്നേക്കും കേടുകൂടാതെ സൂക്ഷിക്കും. और आगे भी हमेशा के लिए बिना किसी हानि के हमारी रक्षा करेगा. അപ്പോൾ 121 സങ്കീർത്തനത്തിന്റെ ആകത്തുക നമ്മുടെ ദൈവം നമ്മുടെ ഹെൽപ്പറാണ്. और 121वें भजन संगीता की अगर पूरी बात को हम तुलना करें तो परमेश्वर हमारा सहायक है, നമ്മുടെ ദൈവം നമ്മുടെ കീപ്പറാണ്. परमेश्वर हमारा रक्षक है, നമ്മുടെ ദൈവം നമ്മുടെ ഷെൽട്ടറാണ്. परमेश्वर हमारी छाव है, നമ്മുടെ ദൈവം നമ്മുടെ പ്രിസർവറാണ്. और परमेश्वर हमारा रक्षा करने वाला है. നമുക്ക് മറ്റൊരു ചിന്തയിലേക്ക് കടക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. और हम एक दूसरे विषय की ओर जाएंगे. योना का सुसमाचार उसका 5वां अध्याय. 6-ാമത്തെ വാക്യം, ആ വാക്യം മുഴുവനും നമുക്ക് വേണ്ട.
അതിൻ്റെ അകത്ത് ഒരു വാക്കാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. और योना का सुसमाचार 5वां अध्याय 6वां वचन, हमें सारा वचन नहीं चाहिए, उसके अंदर का केवल एक शब्द की ओर हम ध्यान देंगे. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. योना का सुसमाचार 5वां अध्याय 6वां वचन लिखा हुआ, यीशु ने उसे पड़ा हुआ देखकर और यह जानकर कि वह बहुत दिनों से इस दशा में पड़ा है, उससे पूछा, क्या तू चंगा होना चाहता है? മതി, ബഹുത്ത് ദിനവും അവിടെ ഹിന്ദിയിൽ വായിച്ചു. ഏറിയ കാലം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. യേശു അവനെ കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. और वहां पर जो शब्द है वो है बहुत दिनों, हिंदी में इस्तेमाल कर रखा है, यानी काफी समय से वो वहां पर था और यीशु मसीह ने उसे देखा कि वो बहुत दिनों से था. ഏറിയ കാലം ആ വാക്കാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. बहुत दिनों से, ये जो शब्द है वो हम आगे कुछ समय इसके ऊपर विचार करेंगे. ഏറിയ കാലമായ വിഷയങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന ഒരു ദൈവത്തെ ഈ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और बहुत दिनों से आपकी जिंदगी में जो परेशानियां हैं उसको छुटकारा देने वाले एक परमेश्वर को हम पवित्र शास्त्र में देख सकते हैं. അങ്ങനെ ഏറിയ കാലമായ 7 വിഷയങ്ങൾക്ക് ദൈവം എങ്ങനെ വിടുതൽ കൊടുത്തു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. और ऐसे ही बहुत दिनों से तकलीफ देने वाले 7 विषयों को परमेश्वर ने कैसे छुटकारा दिया वो आज हम सीखेंगे. 7 വാക്യങ്ങൾ വായിക്കും. ആ 7 വാക്യങ്ങളുടെ അകത്തും ഏറിയ കാലം എന്ന വാക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. और 7 वचनों को हम पढ़ेंगे और उन 7 वचनों में बहुत दिनों से ये शब्द का इस्तेमाल हम यहाँ पर देख पाएंगे. ഇവിടത്തെ ഏറിയ കാലം എന്താണ്? 5-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. ആ ദൂതൻ വന്ന് കുളം കലക്കുന്നത് കാത്തുകൊണ്ട് അനേകത ബെഥസ്ദാ കുളക്കരെ കിടക്കുക. और यहाँ पर बहुत दिनों का जो विषय है वो क्या है, वो हम दूसरे वचन 5वां अध्याय दूसरे वचन में देख सकते हैं कि जब एक स्वर्गदूत उतरकर, आमीन हालेलुया, उस कुंड को हिलाता था, उसकी प्रतीक्षा में बहुत लोग वहां पर पड़े हुए थे. ആ 3-ാം വാക്യത്തിലുണ്ട് കാത്തുകൊണ്ട് എന്നൊരു വാക്കുണ്ട്. 3-ാം വാക്യം വായിക്കാം. और उसके तीसरे वचन में है, इनमें बहुत से बीमार, अंधे, लंगड़े और सूखे अंग वाले पड़े रहते थे, है ना. वो इस आशा में पड़े रहते थे. इस हम वहां पर देख सकते हैं तीसरे वचन में. അപ്പോൾ ഒന്നാമത്തെ ഏറിയ കാലം ഏറിയ കാലത്തെ കാത്തുകിടപ്പ്. और वहां पर हम देख सकते हैं कि यहाँ पर बहुत दिनों का जो अर्थ है वो यहाँ पर हम देख सकते हैं कि बहुत दिनों से वो इस आशा में पड़े हुए थे. ബെഥസ്ദാ കുളത്തിലെ സംഭവമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. और बेथस्दा कुंड के बारे में जो विषय है वो यहाँ पर पढ़ सकते हैं. അതത് സമയം ദൂതൻ വന്ന് ഈ കുളം ഒന്ന് കലക്കും. और अपने अपने समय पर एक स्वर्गदूत आकर इस कुंड को हिलाता था. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തി ഏത് വ്യാധി പിടിച്ചവനാണെങ്കിലും അവന് സൗഖ്യം കിട്ടും. और इस कुंड में चाहे कोई भी बीमारी से जूझने वाला व्यक्ति जो सबसे पहले उतरेगा उसको छुटकारा मिल जाता है. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ കാത്തുകൊണ്ടാണ് ഈ വ്യക്തി കിടക്കുന്നത്. और उस पानी में उतरने की प्रतीक्षा की या फिर आशा में ये व्यक्ति पड़ा हुआ है. ഏറിയ കാലമായി കാത്തുകൊണ്ട് കിടക്കുകയാണ്. और बहुत दिनों से वो इस आशा और प्रतीक्षा में वहां पर है. ആ ഏറിയ കാലം 38 വർഷമാണ്. और यहाँ का बहुत दिन 38 साल है. ആദ്യ ആ വാക്യത്തിലുണ്ട് 38 വർഷമായി. അപ്പോൾ കഴിഞ്ഞ 38 വർഷമായി ഇവൻ കാത്തുകൊണ്ട് കിടക്കുകയാണ് ഒരു വിടുതലിന് വേണ്ടി. और वहां पर हम देख सकते हैं 38 साल से ये व्यक्ति एक छुटकारे की प्रतीक्षा में वहां पर पड़ा हुआ है. യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? और यीशु मसीह इसके नजदीक में आकर इससे पूछा, क्या तू चंगा होना चाहता है? അപ്പൊ ഇവന്റെ മറുപടി, ഞാൻ തനിയെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ ഇറങ്ങുന്നു, എന്നെ വെള്ളത്തിലാക്കാൻ എനിക്കാരുമില്ല. तब इसने यीशु मसीह को जवाब दिया कि प्रभु, मैं जब अकेले कुंड की ओर जाता हूं तो मुझसे पहले कोई दूसरा उतर जाता है, मुझे लेकर जाने वाले कोई भी नहीं है. അപ്പോൾ മറ്റുള്ളവരെല്ലാം സഹായികളുമായിട്ടാണ് ആ കുളക്കരെ കിടക്കുന്നത്. और बाकी सब लोग सहायता के लिए कुछ लोगों के साथ में उस कुंड के पास में हैं. പക്ഷെ ഇവനെ സഹായിപ്പാൻ ഇവന്റെ വീട്ടുകാരോ നാട്ടുകാരോ സ്വന്തക്കാരോ ആരുപോലും ഇവനില്ല. मगर इसकी सहायता करने के लिए ना इसके परिवार के, ना इसके सगे संबंधी, ना इसके देश का कोई भी नहीं था. ആരെങ്കിലും ഒരാൾ കൈത്താങ്ങൽ കൊടുത്തിരുന്നു എങ്കിൽ
ഇവനും വെള്ളത്തിലിറങ്ങി സൗഖ്യമായി വീട്ടിൽ പോയേനെ. और अगर किसी ने भी इसकी थोड़ी सी मदद करी होती तो ये भी उस कुंड में उतरकर चंगाई प्राप्त करके वापस चला जा പക്ഷെ सकता था. ആരുപോലും ഇല്ല ഇവനൊരു കൈത്താങ്ങൽ കൊടുക്കാൻ. मगर कोई भी नहीं है जो इसकी मदद या सहायता कर सके. ഇവൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ തനിയെ ചെല്ലുമ്പോൾ 38 വർഷമായി ഇവൻ പരിശ്രമിക്കുന്നുണ്ട് ഒന്ന് വെള്ളത്തിൽ തൊട്ട് കിട്ടാൻ. और ऐसा नहीं है कि इसने परिश्रम या फिर कोशिश नहीं करी. 38 साल से इसने खुद कोशिश करी है उस कुंड में उतरने की, പക്ഷേ അവന് കഴിയുന്നില്ല. मगर वो कर नहीं पा रहा है. അവനെ സഹായിപ്പാൻ യേശു കർത്താവ് അവന്റെ അടുക്കലേക്ക് നടന്നു വന്നെങ്കിൽ, और उसकी सहायता करने के लिए अगर यीशु मसीह उसके पास चलकर आए हैं तो ഈ പട്ടണത്തിൽ എന്നെ സഹായിപ്പാൻ കർത്താവേ നീയല്ലാതെ മറ്റാരുമില്ല എന്ന് ആരിവിടെ നിന്ന് കരയുന്നുവോ നിന്നെ സഹായിപ്പാൻ നസറായ നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. और इस देश में मेरी सहायता करने के लिए कोई भी नहीं है परमेश्वर. ऐसे अगर आप रोते हुए प्रभु के सन्मुख में प्रार्थना कर रहे हैं तो आमीन हालेलुया, नसरत का यीशु आपके पास में आपकी सहायता करने के लिए उतर ഈ आएगा. പട്ടണത്തിൽ സഹായിപ്പാൻ ആരുപോലും ഇല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ആയിരുന്നപ്പോൾ നിന്നെ സഹായിച്ച കർത്താവാണ് ഇത്രത്തോളം ഈ പട്ടണത്തിൽ ഉദപ്പിക്കുകയും വളർത്തുകയും ചെയ്തത്. और पिछले दिनों में इस देश में जब आपकी सहायता करने के लिए कोई भी नहीं था, तब उसी परमेश्वर ने आपकी सहायता कर कर आपको इस देश में खड़ा किया है. അപ്പോൾ ഒന്നാമത്തെ ഏത് കാലത്തെ കാത്തിരിപ്പ്. और पहला बहुत दिनों का जो विषय है यहाँ पर वो है बहुत दिनों की प्रतीक्षा. ഏത് കാലമായി കാത്തിരിക്കുന്ന വിഷയത്തിന് 2025 ഒരു വിടുതലുണ്ടെന്ന് ഞാൻ ആത്മാവിൽ സഭയോട് പ്രവചിച്ചു പറയുക. आमीन. और बहुत दिनों से आप जिस चीज की प्रतीक्षा कर रहे हैं वो पवित्र आत्मा में प्रभु के दास यहाँ पर घोषणा करते हैं कि उस भविष्यवाणी करते हैं कि उसका छुटकारा आपकी जिंदगी में ഇവനെ होगा. വെള്ളത്തിൽ ഇറക്കാതെ സൗഖ്യമാക്കി വീട്ടിലേക്ക് അയച്ചു. और इसको पानी में उतारे बिना उसको चंगाई देकर प्रभु ने घर पर भेज दिया. ബെതസ്ദാ കൊളത്കഥയിൽ സൗഖ്യം കിട്ടണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമുള്ളൂ. और बेतस्ता के कुंड के चारों ओर आमीन, अगर आपको चंगाई चाहिए तो पानी में उतरना ही पड़ेगा. അതും ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങിയാലേ സൗഖ്യമുള്ളൂ. और वो भी जब स्वर्गदूत पानी हिलाएगा सबसे पहले उतरना है तभी चंगाई होगी. പക്ഷെ ഇവന് വേണ്ടി കർത്താവ് ആ നിയമങ്ങളെല്ലാം മാറ്റി. और मगर इसके लिए परमेश्वर ने सारे नियमों को बदल दिया നിയമത്തിന് അതീതമായി അവനെ സൗഖ്യമാക്കി പറഞ്ഞയച്ചു. और नियमों के परे परमेश्वर ने उसको चंगाई देकर भेज दिया. ഇന്നത്തെ പാൽക്കാലം ദൈവത്തിലെ നീ നിയമത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. നിയമത്തിന് അതീതമായി പ്രവർത്തിപ്പാൻ ദൈവത്തിന് ഇന്നും കഴിയും. और आज प्रियजनों आप भी नियम की ओर ना देखें, परमेश्वर नियम से भी परे होकर आपको आशीष देने के लिए सक्षम है. നിനക്ക് വേണ്ടി ഒരു പഴുതുണ്ടാക്കാൻ, നിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു വഴി തുറക്കാൻ വലിയ നിയമം മാറ്റിവെച്ച് നിയമം എന്ത് തന്നെയുമാകട്ടെ അതിനേക്കാൾ ഉപരിയായി പ്രവർത്തിക്കുന്ന ദൈവം 2025 നിനക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കും. और 2025 में आपके लिए, आपके बच्चे के लिए एक नया रास्ता खोलकर आपकी जिंदगी में कार्य करने के लिए परमेश्वर आज भी सक्षम है. ഏത് കാലത്തെ കാത്തിരിപ്പ്. बहुत दिनों की प्रतीक्षा, 38 വർഷത്തെ കാത്തിരിപ്പ്. 38 साल की प्रतीक्षा. നിയമം മാറ്റിവെച്ച് ഒരു വിടുതൽ കൊടുത്ത ദൈവം അവനെ പറഞ്ഞയച്ചു. और नियमों को हटाकर बदलकर परमेश्वर ने उसे एक चंगाई देकर भेज दिया. ഇനി രണ്ടാമത്തെ കാലം. और अभी दूसरा बहुत दिनों की प्रतीक्षा. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം उत्पत्ति किताब 37वां अध्याय 34 വാക്യം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 34 വാക്യം. 37 का 34. याकूब ने अपने वस्त्र फाड़े ആ और कमर में टाट लपेटा ആ और अपने पुत्र के लिए बहुत दिनों तक അതാണ് രണ്ടാമത്തെ കാലം. കാലത്തെ ദുഃഖം. और यहाँ पर बहुत दिनों का जो विषय है, दूसरा विषय वो है बहुत दिनों का विलाप. ഒന്ന് കാലത്തെ കാത്തിരിപ്പ്. पहला था बहुत दिनों की प्रतीक्षा അത് 38 വർഷമാണ്. और वो 38 साल तक चला. രണ്ട് കാലത്തെ ദുഃഖം. और दूसरा बहुत दिनों का विलाप, അത് 22 വർഷമാണ്. और वो 22 साल तक चला.
മകന്റെ വിഷയത്തിൽ അപ്പൻ 22 വർഷം ദുഃഖിച്ചുകൊണ്ടിരിക്കുക. और बेटे के विषय में पिता 22 साल तक दुखित रहा. സത്യമല്ലാത്ത വിഷയത്തിന്റെ മുമ്പിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. और जो विषय सच नहीं है उसके सामने दुखित या विलाप में पड़ा है. മരിക്കാതെ ജീവനോടിരിക്കുന്ന യോസേഫ് മരിച്ചു എന്ന ധാരണയിൽ 22 വർഷം അപ്പൻ ദുഃഖിച്ചു. और जो व्यक्ति जिंदा है मरा नहीं है अपना खुद का बेटा योसेफ के बारे में सोचकर पिता 22 साल तक विलाप करता रहा. 22 വർഷം എന്നുള്ളതിന്റെ കണക്കെങ്ങനെ കിട്ടി? 3 വാക്യം വായിക്കുമ്പോൾ കിട്ടും. और ये 22 साल का जो हिसाब है वो कहां से मिल गया? वो हम 3 वचनों को पढ़ेंगे तो मिल ഉൽപ്പത്തി जाएगा. പുസ്തകം 37 അധ്യായം 2-ാമത്തെ വാക്യം. और उत्पत्ति किताब 37 उसका दूसरा वचन. 37 അധ്യായം 2-ാമത്തെ വാക്യം. दूसरा യാക്കോബിന്റെ വംശപരമ്പര എന്തെന്നാൽ ആ യോസേഫിന് 17 വയസ്സായപ്പോൾ ആ യോസേഫിന്റെ 17ാമത്തെ വയസ്സിൽ നടന്ന സംഭവമാണ് അധ്യായം മുഴുവനും. और यूसुफ के 17वें साल में जो जो विषय घटे हैं वही 37वें अध्याय में हम पढ़ सकते हैं. ഈ യോസേഫിനെ മിദ്യാന് കച്ചവടക്കാർക്ക് സഹോദരന്മാർ വിറ്റു. और यूसुफ को मिद्यान के जो लोग थे उनको खुद के भाइयों ने व्यापारियों को बेच दिया. ആ ചരിത്രമൊക്കെ ആ അധ്യായത്തിലുണ്ട്, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. और वो सारे विषय इस अध्याय में हैं, मैं उसमें बढ़ना नहीं चाहूँगा. ഇനി നമുക്ക് 20, 21 വാക്യം 20 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്റെ അടുക്കൽ വന്നു, ബാലിനെ കണ്ണിനില്ല, ഞാൻ ഇനി എവിടെ പോകണമെന്ന് പറഞ്ഞു. 31 തൊട്ട് വായിക്കാം. 31 തൊട്ട് 31 से पढ़ेंगे. പിന്നെ അവൻ ആ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് ആ യോസേഫിന്റെ അങ്കി എടുത്ത് രക്തത്തിൽ മുക്കി മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ആ ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ആ ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ അവൻ അത് തിരിച്ചറിഞ്ഞു, ആ ഇത് എന്റെ മകന്റെ അങ്കി തന്നെ. ആ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, ആ യോസേഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. ആ യാക്കോബ് വസ്ത്രം കീറി ആ അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ ആ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു. അന്നാണ് അവന്റെ ദുഃഖകാലം തുടങ്ങുന്നത്. और उसी दिन हम 31 से लेकर नीचे पढ़ेंगे तो उसी दिन उसका याकूब का दुख का जो विलाप का जो दिन है वो അപ്പോൾ शुरू हुआ. യാക്കോബിന്റെ ദുഃഖകാലം തുടങ്ങുമ്പോൾ യോസേഫിന്റെ വയസ്സ് 17. അത് മനസ്സിലിരിക്കണം. और जिस दिन याकूब का विलाप का दिन बहुत दिन शुरू हुआ तब यूसुफ की जो आयु थी वो 17 थी. ഈ യോസേഫിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ അവനെ പൊത്തിഫറിന് വിറ്റു. और जो मिद्यानी व्यापारी लोग यूसुफ को खरीद कर लाए थे उन्होंने पोतीफर के भवन में उसको बेच दिया. ഒടുവിൽ അവൻ കുണ്ടതയിൽ അകപ്പെട്ടു. और उसके बाद वो कारागृह में चला गया. പാനപാത്രവാഹന്മാരുടെ പ്രമാണി കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു, അത് അതുപോലെ നടന്നു. और जो फरो को जो पिलाने हारा था उसके स्वप्न का परिहार बताकर वो वहाँ उसको बता देता है. ഫറവോൻ സ്വപ്നം കണ്ടപ്പോൾ പാനപാത്രവാഹന്മാരുടെ പ്രമാണി പറഞ്ഞു, സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാൾ കുണ്ടതയിൽ കിടപ്പുണ്ട്. और जब फरोन ने एक सपना देखा और कोई उसका अर्थ नहीं बता पाया तो जो पिलाना हारा था उसने बोला कि कारागृह में एक व्यक्ति है जो उसका अर्थ बता सकता है. അങ്ങനെ യോസേഫിനെ ഫറവോന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. और उसी प्रकार से योसेफ को फरोन के सामने लेकर आकर रखा. അന്നേരം യോസേഫിന്റെ വയസ്സ് 30. और तब यूसुफ की आयु 30 साल थी. 41 അധ്യായം 46 വാക്യം. और 41 അധ്യായം 46 വാക്യം. उस മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ആ അവന് 30 വയസ്സായി. അവിടെ നിൽക്കട്ടെ. 30ാമത്തെ വയസ്സിൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കുകയാണ്. 41 का 46 में हम देख सकते हैं कि वो जब 30 साल का था तब वो राजा के सामने, जब यूसुफ मिस्र के राजा फिरौन के सम्मुख खड़ा हुआ तब वह 30 वर्ष का था. യോസേഫിന്റെ 17ാമത്തെ വയസ്സിലാണ് യാക്കോബിന്റെ ദുഃഖകാലം തുടങ്ങുന്നത്. और यूसुफ के 17वें साल में याकूब का विलाप शुरू होता है. ഇപ്പോൾ യോസേഫിന്റെ വയസ്സ് 30. और अभी यूसुफ की आयु 30 है. അപ്പോൾ 30 17 കുറച്ചാൽ 13 വർഷം കിട്ടും. 13 വർഷമായി അപ്പൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. और 30 में से अगर 17 हटा देंगे तो 13 साल मिलेगा. तो 13 साल से जो पिता है वो विलाप कर रहा है अपने बेटे के लिए. ഫറവോൻ കണ്ട സ്വപ്നം യോസേഫ് വ്യാഖ്യാനിച്ചു. ആദ്യത്തെ 7 വർഷം സുഭിക്ഷതയുടെ വർഷം. और जो फरौन का सपना था वो यूसुफ ने उसका अर्थ बताकर कहा कि पहले 7 साल जो होंगे वो बहुत हरियाली के रहेंगे. സുഭിക്ഷതയുടെ 7 വർഷം കഴിഞ്ഞു. और बहुतायत के 7 साल खत्म हो गए. 13 + 7 20 വർഷം
യാക്കോബ് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. और 13 + 7 20 सालों से याकूब जो है दुखित अवस्था में है. ഇപ്പോൾ യോസേഫിന്റെ വയസ്സ് 37 വയസ്സായി. और अभी यूसुफ की आयु 37 साल की हो गई. ക്ഷാമത്തിന്റെ 2-ാം വർഷം സഹോദരന്മാർ യോസേഫിന്റെ അടുക്കൽ വന്നു. और जब अकाल के दूसरे वर्ष में उनके योसेफ के भाई उसके पास आते हैं. 45-ാം അധ്യായം 6-ാം വാക്യം. और उसका 45 का 6वां वचन. 45-ാം അധ്യായം 6-ാം വാക്യം. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ആ ഇപ്പോൾ 2 സംവത്സരമായി. യോസേഫ് സഹോദരന്മാരോട് പറയുക, 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയും വിതയും കൊയ്ത്തുമില്ലാത്ത 5 വർഷം കൂടെ ഉണ്ട്. क्योंकि अब 2 वर्ष से इस देश में अकाल है और अब 5 वर्ष और ऐसे ही होंगे कि उनमें ना तो हल चलेगा और ना अन्न काटा जाएगा. 20 + 2 22 വർഷം. और 20 के साथ 2 साल और तो 22 साल पूरे हो गए. യോസേഫിന്റെ വയസ്സ് ഇപ്പോൾ 39 വയസ്സായി. और यूसुफ की अभी आयु है 39. കഴിഞ്ഞ 22 വർഷമായി അപ്പൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. और पिछले 22 सालों से पिता जो है दुखित और विलाप की अवस्था में है. ഒടുവിൽ യോസേഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. और आखिर में यूसुफ ने अपने आप को अपने भाइयों के सामने प्रकट किया. എന്നിട്ട് അപ്പനെ കൊണ്ടുവരുവാൻ ഈ യോസേഫ് രഥങ്ങൾ അയച്ചു. और अपने पिता को लेकर आने के लिए यूसुफ ने रथों को भेजा. ആ രഥം കണ്ടപ്പോൾ 22 വർഷത്തെ യാക്കോബിന്റെ ദുഃഖം അവസാനിച്ചു. और जब उस रथों को देखा तब 22 साल का जो विलाप है याकूब का वो खत्म हो गया. 45-ാം അധ്യായം 27-28 വാക്യങ്ങൾ. 45वां अध्याय उसका 27 और 28वां वचन पढ़ेंगे. 45-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും ആ. അവർ അവനോട് പറഞ്ഞു. ആ. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ആ മതി, എന്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു. ആ. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് അന്ന് യാക്കോബിന്റെ ദുഃഖകാലം തീർന്നു. और 27-28 में हम देख सकते हैं जब उन रथों को जिनको यूसुफ ने याकूब को लेने के लिए भेजा था, याकूब ने उनको देखकर उसके अंदर जान में जान आ गई. उस दिन उसका विलाप 22 साल बाद खत्म हो गया. ഏദ്യകാലത്തെ ദുഃഖം, 22 വർഷം അനുഭവിച്ച ദുഃഖം ദൈവം യാക്കോബിന് മാറ്റിക്കൊടുത്തു. और बहुत से दिनों का जो विलाप था, 22 साल का जो विलाप था, वो परमेश्वर ने याकूब की जिंदगी से हटा दिया. തെറ്റിദ്ധാരണയുടെ വെളിച്ചത്തിൽ ഉടലെടുത്തതായ ദുഃഖം, और धोखाधड़ी के अंदर में जो विलाप उसको मिला था उसको परमेश्वर ने दूर कर दिया. എന്നാൽ ആ ദുഃഖത്തെ ദൈവം യാക്കോബിന് മാറ്റിക്കൊടുത്തെങ്കിൽ, और मगर उस विलाप को परमेश्वर ने अगर हटाकर दे दिया तो, തലമുറയെ പറ്റി ദുഃഖിക്കുന്ന ചില മാതാപിതാക്കളിന്റെ മധ്യത്തിലുണ്ട്. और अपने बच्चों के प्रति विलाप करने वाले कुछ माता पिता मेरे बीच में हैं. ഇനി അധിക നാൾ ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല. और अब आपको अधिक दुखित रहने की आवश्यकता नहीं होगी. തലമുറകൾ ഉന്നത സ്ഥാനത്തെത്തിയെന്ന് കേൾക്കത്തക്കവണ്ണം ദൈവം ചരിത്രങ്ങളെ മാറ്റി എഴുതുന്നവനാണ്. और बच्चे कुछ ऊंची पद्धति में पोजीशन में पहुंच गए हैं, ये सुनकर आप आशीषित होंगे. തലമുറയുടെ നന്മ കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം യാക്കോബിന്റെ ദുഃഖകാലം തീർത്തതുപോലെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ദൈവം നിങ്ങളുടെയും ദുഃഖകാലം അവസാനിപ്പിക്കും. और योसेफ की उन्नति को देखकर याकूब ने जिस प्रकार से आमीन आशीषित हुआ, वैसे ही आपके बच्चों की आमीन आशीष को देखते हुए हे माता, हे पिता, आप भी प्रभु का धन्यवाद और आशीष അപ്പോൾ पाएंगे. ഒന്ന്, ഏദ്യകാലത്തെ കാത്തിരിപ്പ് ദൈവം അവസാനിപ്പിച്ചു. और पहला, बहुत से दिनों की जो प्रतीक्षा थी वो परमेश्वर ने खत्म करी. 2, ഏദ്യകാലത്തെ ദുഃഖം ദൈവം അവസാനിപ്പിച്ചു. दूसरा, बहुत से दिनों का विलाप परमेश्वर ने खत्म किया. ഇനി മൂന്നാമത്തെ ഏദ്യകാലം. और अभी तीसरा, आमीन, बहुत से दिन. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. और निर्गमन की किताब, व्यवस्था विवरण 2-ാം അധ്യായം दूसरा अध्याय 1-2 വാക്യങ്ങൾ. पहला और दूसरा वचन. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ആ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ നാം ഏറിയ നാൾ നാം ഏദ്യകാലം പർവ്വതത്തെ ചുറ്റി നടന്നു. ചുറ്റി കടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, ആ നിങ്ങൾ ഈ പർവ്വതത്തെ ചുറ്റി നടന്നാൽ മതി. ആ വടക്കോട്ട് തിരിയുവിൻ. മതി, ഹിന്ദി കൂടെ. ആ तब उस आज्ञा के अनुसार जो यहोवा ने मुझको
दी थी, हमने घूमकर कूच किया और लाल समुद्र के मार्ग के जंगल की ओर गए और बहुत दिन तक ബഹുദിനം आमीन सैर पहाड़ के बाहर बाहर चलते रहे। അപ്പോൾ മൂന്നാമത്തെ ഏതുകാലത്തെ ചുറ്റി നടപ്പ്. और तीसरा जो बहुत दिन है वो बहुत दिन का घूमना है। ഒരു പർവ്വതത്തിന്റെ ചുറ്റും സേയി പർവ്വതത്തിന്റെ ചുറ്റും ഏതിയ കാലം ദൈവജനം ചുറ്റി നടക്കുകയാണ്. और एक पर्वत है साइर पर्वत के चारों ओर इजराइल की जनता बहुत समय से बहुत दिनों से घूम रही है। ഇങ്ങനെ ചുറ്റി നടക്കാനല്ല ഈ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിയത്. और ऐसे घूमने के लिए परमेश्वर ने मिस्र से इजराइल जनता को नहीं बुलाया था। മുമ്പോട്ട് നടന്ന് കനാൻ നാട്ടിൽ എത്തിക്കാനാണ് ഈ ജനത്തെ വിളിച്ചിറക്കിയത്. और आगे चल चलकर कनान देश में पहुंचने के लिए परमेश्वर ने उनको बुलाया है। പക്ഷേ ഒരു പർവ്വതത്തിന്റെ ചുറ്റും ചുറ്റി നടക്കുകയാണ്. मगर वो एक पर्वत के चारों ओर घूमते जा रहे हैं। എവിടെ തുടങ്ങിയോ നടപ്പ് കഴിയുമ്പോ അവിടെ വന്നിരിക്കും. और जहां से शुरू करा था जब घूम कर आते हैं तो वहीं खत्म हो जाते हैं। നടപ്പിന് കുറവൊന്നുമില്ല. और चलने में कोई कमी नहीं है। വെറുതെ ആരോഗ്യം കളയുക, സമയം കളയുക, പണം കളയുക, നടപ്പ്. പക്ഷെ ഒരടി മുമ്പോട്ടും പോകത്തില്ല. मगर अपना समय, अपना शरीर, अपना पैसा सब कुछ व्यर्थ कर रहे हैं और चलने में भी कोई कमी नहीं है, मगर आगे को नहीं बढ़ पा रहे हैं। ദൈവം പറഞ്ഞു ഈ നടപ്പ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. परमेश्वर ने बोला कि अब इस घूमने की अवस्था को मैं खत्म करने जा रहा हूं। നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞാൽ മതി ഈ നടപ്പ് അവസാനിക്കും. और परमेश्वर ने बोला कि तुम उत्तर दिशा की ओर जाओ तो ये जो चलना है वो खत्म हो जाएगा। വടക്കെന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള സ്ഥലമാണ് വടക്കെന്ന് പറയുന്നത്. और जो उत्तर दिशा है वो हमारे सर के ऊपर का जगह को कहते हैं। 121 സങ്കീർത്തനം നമ്മൾ വായിച്ചതുപോലെ നമ്മൾ എപ്പോൾ പർവ്വതത്തിലേക്ക് തല ഉയർത്തുന്നുവോ വടക്കോട്ട് തല ഉയർത്തുന്നുവോ അന്ന് ഈ ചുറ്റി നടപ്പ് അവസാനിക്കും. और परमेश्वर ने उस प्रकार से कहा है कि जिस दिन तुम अपना सर उठाकर उत्तर दिशा की ओर जाओगे उस दिन तुम्हारा ये चलना खत्म हो जाएगा। അനാവശ്യമായി ചുറ്റി നടത്തിക്കുന്ന പോരാട്ടത്തെ ഇന്ന് പൽക്കാലം ദൈവാത്മാവ് കണ്ടെത്തി വെട്ടി മാറ്റുകയാണ്. और आपको बिना आवश्यकता के चलाने वाली, घुमाने वाली तमाम ताकतों को आज परमेश्वर की आत्मा ढूंढ कर काटती है। തലമുറകൾ പഠിക്കണം, തക്ക സമയത്ത് പഠനം പൂർത്തിയാകണം, ജോലി പ്രവേശിക്കണം, കെട്ടുപണി നടക്കണം, തലമുറ ഉണ്ടാകണം. ആവശ്യമില്ലാതെ ചുറ്റി നടത്തിപ്പിക്കുന്ന പോരുകൾ ഇന്ന് പൽക്കാലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. आमीन आमीन हालेलुया। धन्यवाद 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 हालेलुया हालेलुया। आपकी संतान सही समय पर पढ़ाई करना है, बढ़ना है, आगे बढ़ना है, शादी होना है, बच्चे होने हैं और इसके विरुद्ध में काम करने वाली ताकतों को हम आज काटते हैं। അനാവശ്യമായ ചുറ്റി നടത്തിപ്പുകളെ, പണനഷ്ടങ്ങളെ, സമയനഷ്ടങ്ങളെ ഇന്ന് പൽക്കാലം ദൈവാത്മാവ് അവസാനിപ്പിക്കുകയാണ്. और बिना आवश्यकता की आपके घूमने की, आपके चलने की अवस्थाओं को हमें जो दुष्टात्मा लेकर आई है उसे पवित्र आत्मा आज काटती है। ഒന്ന് ഏതുകാലത്തെ കാത്തിരിപ്പ്. और पहला बहुत से दिनों की प्रतीक्षा। 2 ഏതുകാലത്തെ ദുഃഖം. दूसरा बहुत से दिनों का विलाप। 3 ഏതുകാലത്തെ ചുറ്റി നടപ്പ്. तीसरा बहुत से दिनों का घूम कर चलना। ഇനി 4ാമത്തെ ഏതുകാലം. और अब चौथा बहुत दिनों का विषय। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8ാം അധ്യായം 11ാം വാക്യം. प्रेरितों का काम उसका 8वां अध्याय 4था वचन। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8ാം അധ്യായം 11ാം വാക്യം. 8 का 11 क्षमा चाहूंगा। उसने बहुत दिनों से उन्हें अपने जादू के कामों से चकित कर रखा था, इसलिए वह उसको बहुत मानते थे। അപ്പോൾ ഇങ്ങനെ ഏതിയ കാലം അവൻ ഭ്രമിപ്പിച്ചു പോന്നു. അപ്പോൾ 4ാമത്തെ ഏതിയ കാലം, ഏതിയ കാലത്തെ ഭയം. और चौथा यहाँ पर पढ़ सकते हैं, बहुत दिनों से उसने अपने जादू के कामों से चकित कर रखा था, उनको अपने भय में रखा था। तो चौथा बहुत से दिनों का भय हम यहाँ पर पढ़ सकते हैं। ആരാണ് ഭയപ്പെടുത്തുന്നത്? ശിമോൻ എന്ന് പേരുള്ള മന്ത്രവാദിയാണ്. और यहाँ पर कौन भय दिला रहा है? शिमोन नाम का एक जादूगर। ഒരു വ്യക്തിയോ കുടുംബത്തോ അല്ല, ഒരു പട്ടണത്തെ, ശമരിയ പട്ടണത്തെ മുഴുവൻ
ഇവൻ ഭയപ്പെടുത്തുകയാണ്. और ये एक परिवार या एक व्यक्ति को भयभीत नहीं कर रहा है, पूरे एक देश, कौन सा देश, शमरिया के देश को वो भयभीत करके रखा हुआ है. എത്ര നാൾ ഭയപ്പെടുത്തുന്നു? ഏറിയ കാലമായി ഭയപ്പെടുത്തുന്നു. और कितने समय से भयभीत कर रहा है? बहुत से समय से भयभीत कर रहा है. ഭ്രമിപ്പിച്ചു എന്ന വാക്ക് ആ പാരഗ്രാഫിൽ 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. और वहां पर लिखा हुआ है चकित कर रखा है. ये हम आमेन 4 बार वहां पर पढ़ सकते हैं. 9-ാം വാക്യം उसके 9वां वचन में എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. ആ താൻ മഹാനെന്ന് പറഞ്ഞ ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. അതാണ് ഒന്നാമത്. ഭ്രമിപ്പിച്ചു. ശിമോൻ ആഭിചാരം ചെയ്യുന്നു, ശമരിയ പട്ടണത്തെ ഭ്രമിപ്പിച്ചു. ഒന്നാമത് നമ്മൾ 9-ാം വാക്യത്തിൽ 9वें वचन में हम देख सकते हैं कि जो जादू टोना करके समरिया के लोगों को चकित करता था. ഇനി രണ്ടാമത് ഭ്രമിപ്പിച്ചു എന്ന വാക്ക് 11-ാം വാക്യത്തിലുണ്ട്. നമ്മൾ വായിച്ചതാണ് 11-ാം വാക്യം. और दूसरा चकित करना हमने 11वें वचन में पढ़ा है, जो हमने अभी पढ़ा था. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയായി. അതാണ് രണ്ടാമത്തെ കാര്യം. ഏറിയ കാലം അവൻ ഭ്രമിപ്പിക്കുകയാണ്. और बहुत दिनों से उनको चकित कर रखा है. ये हमने दूसरा वचन 11वें में पढ़ा. ഇനി ഭ്രമിച്ചു എന്ന വാക്ക് മൂന്നാമത് കാണുന്നത് 13-ാം വാക്യത്തിലാണ്. 13-ാം വാക്യം. और 13वें वचन में हम ये तीसरी बार भी पढ़ सकते हैं. तब शिमोन ने स्वयं भी विश्वास किया और बपतिस्मा लेकर फिलिप्पुस के साथ रहने लगा और चिन्ह और बड़े बड़े सामर्थ के काम होते देखकर चकित होता रहा. ഇപ്പൊ ശിമോൻ ഭ്രമിച്ചു പോയി. और अब जो है, जो शिमोन दूसरों को भरमाता था, चकित करता था, वो खुद चकित हो गया है. ആദ്യത്തെ 2 വാക്യങ്ങളിൽ ശിമോൻ മറ്റുള്ളവരെ ഭ്രമിപ്പിച്ചു. और पहले और दूसरे वचनों में हमने देखा कि शिमोन जादूगर दूसरों को चकित करता था. എന്നാൽ ദൈവത്തിന്റെ കാര്യം വെളിപ്പെട്ടപ്പോൾ മറ്റുള്ളവരെ ഭ്രമിപ്പിച്ച ശിമോൻ ഇപ്പോൾ ഭ്രമിച്ചു പോയി. और जब परमेश्वर का हाथ वहां पर प्रकट हुआ, तब दूसरों को चकित करने वाला शिमोन अब खुद चकित हो गया है. ഇന്ന് ദൈവജനത്തെ ഭയപ്പെടുത്തുന്ന പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, വ്യക്തിത്വങ്ങൾ ഈ ദേശത്തുണ്ട്. അധികം താമസമിന് ദൈവം അവരെ ഭയപ്പെടുത്തു. और आज परमेश्वर की जनता को, परमेश्वर की कलीसिया को, परमेश्वर को, लोगों को चकित करने वाले बहुत से लोग इस देश में हैं. मगर आमीन हालेलुया, कुछ ही दिनों बाद परमेश्वर उनको चकित करने जा रहा है. അധിക നാൾ ദൈവസഭയെ ഭയപ്പെടുത്താൻ ഒരു ശിമോന്മാരെ ദൈവം സമ്മതിപ്പിക്കത്തില്ല. और आमीन हालेलुया, अधिक समय तक आमीन हालेलुया परमेश्वर की कलीसिया को चकित करने के लिए कोई भी परमेश्वर की आमीन जनता को परमेश्वर नहीं देगा. അപ്പോൾ നാലാമത്തെ ഏതിയ കാലത്തെ ഭയം. और चौथा बहुत दिनों का जो विषय है वो है बहुत दिनों का आमीन हालेलुया चकित होना या फिर भयभीत होना. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഭയങ്ങളാണുള്ളത്. और यहाँ पर बैठे हुए हर किसी की जिंदगी में कोई ना कोई भय है. ചിലക്ക് കടഭാരം അതൊരു ഭയമാണ്. और किसी को आमीन आर्थिक तंगी एक भय है. മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളുടെ ഭാവി അതൊരു ഭയമാണ്. और दूसरों को आमीन अपनी संतानों का भविष्य एक भय है. ഏത് വിഷയം നീ ഭയപ്പെടുന്നുവോ ആ ഭയപ്പെടുന്ന വിഷയത്തിന് 2025 ദൈവം വിടുതൽ തരുന്ന വർഷമാണ്. और जिस भी विषय को लेकर आप भयभीत हो रहे हैं, 2025 में उस भय से परमेश्वर आपको एक छुटकारा देगा. ഇനി 5-ാമത്തെ ഏതിയ കാലം. और अभी 5वां बहुत दिनों का जो विषय है, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. पहला राजाओं 18 का पहला वचन. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. पहला കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏറിയ നാൾ കഴിഞ്ഞിട്ട് बहुत दिनों के बाद तीसरे वर्ष में यहोवा का यह वचन एलिया के पास पहुंचा. അപ്പോൾ 5-ാമത്തെ ഏതിയ കാലമായി മുടങ്ങിക്കിടന്ന യഹോവയുടെ അരുളപ്പാട്. और जो चौथा बहुत दिनों का वचन है, बहुत दिनों का विषय है, वो है बहुत दिनों से परमेश्वर का जो वचन आप तक नहीं पहुंचा था वो दोबारा आएगा. ആ ഏതിയ കാലം എത്ര കാലം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 3 വർഷം യഹോവയുടെ അരുളപ്പാട് കിട്ടുന്നില്ല. और वहां पर लिखा हुआ है बहुत दिनों का मतलब कितने साल है, वो 3 साल है, वो वहीं पर ही लिखा गया है. 3 വർഷത്തിന് മുമ്പ് ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. और 3 साल पहले एलिया को परमेश्वर का वचन पहुंचा था. അതാണ് 17-ാം അധ്യായം 2-ാം വാക്യം. അവിടെയാണ് 3 വർഷം മുമ്പ് ഏലിയാവിന് കിട്ടിയ അരുളപ്പാട്. और वो 17वां अध्याय तीसरे वचन में हम देख सकते हैं कि परमेश्वर का जो वचन उसके पास पहुंचा था. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അതാണ് 3 വർഷം മുമ്പ് ഏലിയാവിന് കിട്ടിയ അരുളപ്പാട്. ഇതാണ് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് ആ. യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ആ. തോട്ടിൽ നിന്ന്
ആ അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ആ. ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. ഈ ദൈവം പറഞ്ഞു. वहां पे तीसरे वचन में हम पढ़ सकते हैं, यहाँ से चलकर पूर्व की ओर जा और करीत नामक नाले में यर्दन के पूर्व में जाकर छिप जा. ये परमेश्वर का वचन उसके पास 3 साल पहले पहुंचा था. ദൈവം കാക്കയോട് പറഞ്ഞില്ല ഏലിയാവിന് അപ്പം വതച്ചും കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞില്ല. और परमेश्वर ने आमेन हालेलुया कौवे से नहीं बोला था कि एलिया को आमेन हालेलुया मीट या फिर पानी पहुंचाए. ദൈവം കാക്കയോട് പറഞ്ഞ എന്തുവാ? परमेश्वर ने कौवे से അവൻ क्या എന്തോ बोला, കൊടുക്കണമെന്നാ പറഞ്ഞേ? उसको क्या देना है बोला था. എന്താ കൊടുക്കണമെന്നാ പറഞ്ഞേ? ഇപ്പം വായിച്ചേ ഉള്ളൂ. എന്തുവാ? ഭക്ഷണം, അങ്ങനല്ലയോ? आमेन. അപ്പം വതച്ചും കൊടുക്കണമെന്ന് പറഞ്ഞു. परमेश्वर ने कौवे से क्या बोला था कि मैंने कौवे को आज्ञा दी है कि वो तुझे खिलाए. ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കണം. അപ്പം വതച്ചും കൊടുക്കാൻ ദൈവം കാക്കയോട് പറഞ്ഞില്ല. परमेश्वर ने कौवे से नहीं बोला था कि उसको रोटी और मीट देने के लिए. परमेश्वर ने ദൈവം कौवे से सिर्फ बोला था खाना देने के लिए. കാക്കയോട് പറഞ്ഞത് ഭക്ഷണം കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. परमेश्वर ने कौवे से सिर्फ खाना देने को बोला था. അപ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് കാക്ക വേണം തീരുമാനിക്കേണ്ടത്. और अब एलिया को क्या खाना देना है ये कौवा डिसाइड करेगा. അപ്പോൾ ഈ കാക്ക പിന്നെ ഭക്ഷണം അന്വേഷിച്ച് നടപ്പാൻ തുടങ്ങി. और कौवा जो है वो एलिया के लिए खाना ढूंढ कर निकलने लगा. ആകെ കൂടെ ഭക്ഷണം ഉള്ളത് ആഹാബിന്റെ കൊട്ടാരത്തിൽ മാത്രം. और उस समय पर जो खाना है वो केवल जो अहाब राजा है उसके महल में है. ഈ കാക്ക വട്ടം ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പറന്ന് നടന്നപ്പോൾ ആഹാബിന്റെ ഇനി ഭാവനയാണ്, ഈ കൊട്ടാരത്തിന്റെ മുറ്റത്തെ മേശപ്പുറത്ത് ഇങ്ങനെ ഈ പൊതി ഇങ്ങനെ വച്ചേക്കുന്നു. और अब जो है वो अब प्रभु के दास अपनी सोच में से बता रहे हैं, बाइबल में नहीं लिखा है, मगर जब कौवा ऐसे घूमता रहा आहाब के महल के ऊपर तो देखा कि एक बहुत बड़ी मेज बिछा रखी है और उसमें भर भर कर खाना रखा हुआ है बांध कर. അത് ആഹാബിന്റെ കൊട്ടാരത്തിലെ പടയാളികളുണ്ട്, ജയിലിൽ ജോലി ചെയ്യുന്നവർ, വഴിയിൽ ജോലി ചെയ്യുന്നവർ. അവർക്ക് സമയാസമയം ഭക്ഷണം അവിടെ കൊണ്ടെത്തിക്കണം. അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണപ്പൊതിയാണ്. और वहाँ पर आहाब के महल में बहुत सारे सेवक और कर्मचारी लोग हैं जो काम करते हैं. उनके लिए खाना जो है वो एक तरीके से बांध कर रखा हुआ है. ഈ പൊതിയെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പൊതിയൊന്നും തലയെ കൊണ്ട് വന്നേക്കരുത്. അന്ന് പ്ലാസ്റ്റിക്കും ഇല്ല, കടലാസും ഇല്ല. കടലാസ് പൊതിയും തലയെ കൊണ്ട് വന്നേക്കരുത്. ഇലപ്പൊതി. അപ്പം ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഈ ഭക്ഷണം വച്ചേക്കുകയാണ്. और उस ज़माने में ना प्लास्टिक था ना पेपर था, तो इसलिए आप अपने दिमाग में सोचिएगा कि प्लास्टिक या पेपर नहीं है, मगर क्या है, पत्तों में इनको बांध कर जो खाना है वो वहाँ पर रखा हुआ है. ഇതിലൊന്ന് കൊത്തിപ്പോക്കി, സുഖമായിട്ട് കൊത്തിപ്പോക്കാം. വലിയ മലങ്കാക്കയ, റൈവൻ എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞേക്ക്, നാടൻ കാക്കയല്ല, വലിയ ചുണ്ടുള്ള വലിയ കാക്ക. അത് പതുക്കെ ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പൊതി കൊത്തിപ്പോക്കി നേരെ കൊണ്ടുവന്ന് ഏലിയാവിന് കൊടുത്തു. और यहाँ से हमें जो कौवा है उसने क्या करा, आराम से एक बहुत बड़ा जो बांधी हुई चीज़ है वो लेकर चला गया. अंग्रेजी में रेवन का शब्द है. जो हमारा छोटा यहाँ का कौवा है वो नहीं, जो रेवन होता है थोड़ा बड़ा है, उसकी चोंच बड़ी होती है. वो आराम से उसको लेकर क्या करा, उस बंधुआई को लेकर सीधा एलिया के पास चला गया. അപ്പം അതിൻ്റെ അകത്ത് അപ്പവും ഇറച്ചി അതിൻ്റെ വെച്ച് വെച്ചേക്കുന്നത്. और उसके अंदर खाने में क्या था, रोटी और मीट है. പിന്നെയും കാക്ക പതന്ന് നടക്കുമ്പോൾ വൈകിട്ടും കാണാം ഇതുപോലെ പൊതി. അപ്പം വൈകിട്ടും ഒന്ന് കൊത്തിപ്പോക്കി ഏലിയാവിന് കൊണ്ടുപോകും. और जब शाम को भी कौवा ऐसे घूमता रहा खाने की तलाश में, तो तब देखा कि फिर दोबारा से यहाँ पर बांध कर ऐसे खाना रखा गया है, तो उसमें से भी एक उठाकर एलिया को അപ്പോൾ लेकर. രാവിലെയും അപ്പം ഇറച്ചി, വൈകിട്ടും അപ്പം ഇറച്ചി കാക്ക ഏലിയാവിന് കൊണ്ടു കൊടുത്തു. और सुबह भी मीट और रोटी और रात को भी मीट और रोटी कौवे ने जाकर एलिया को दिया. ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഒരു കത്തദാസൻ ഈ വിഷയം പ്രസംഗിച്ച് പറഞ്ഞു, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഭക്ഷണക്രമം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിച്ചാൽ മതിയെന്നാണ്. और एक प्रभु के दास ने जब त्रिवांड्र में प्रचार कर रहे थे तो उन्होंने बोला कि परमेश्वर हमसे चाहता है कि हम सिर्फ दिन में 2 बार खाना खाएं, एक तो सुबह एक तो रात को. ഇതാ ഉദാഹരണം എടുത്തത്. ഏലിയാവിന് രാവിലെയും ഭക്ഷണം വൈകിട്ടും ഭക്ഷണവും. പിന്നെ മലയാളികൾ 3 നേരം ഭക്ഷണം കഴിക്കും. പണമുള്ളവർ 4 നേരമൊക്കെ സുഖമായിട്ട് കഴിക്കുന്നവരുണ്ട്. और यहाँ का उदाहरण देकर उस प्रभु के दास ने कहा कि केवल 2 बार, क्योंकि एलिया को सुबह और रात को ही खाना पहुंचाया जा रहा था, तो परमेश्वर भी हमसे वही चाहता है. मगर जो केरल के लोग हैं वो थोड़े क्या करते हैं, 3 बार खाना खाते हैं, अगर पैसे ज़्यादा है तो 4 बार भी खा लेते हैं. ഞാൻ ഈ അഭിപ്രായക്കാരനാണ്. രാവിലെയും വൈകിട്ടും ഭക്ഷണം മതി, എന്തിനാ ഈ 3 നേരം കഴിക്കുന്നത്? और मैं भी इसी सोच का हूँ कि सुबह और शाम को रात को ही खाना खाने की ज़रूरत है, दोपहर में 3 बार खाने की क्या ज़रूरत है. പക്ഷേ രാവിലെയും അപ്പം ഇറച്ചിയും കിട്ടണം, വൈകിട്ടും അപ്പം ഇറച്ചിയും കിട്ടണം. അല്ലെ രാവിലെ 2 ദോശയും ശകല ചമ്മന്തിയും തന്നേച്ച് ഇനി വൈകിട്ട് 2 ദോശ മക്കളെ പിടിച്ച് വയ്ക്കുമോ?
ഞങ്ങളൊക്കെ പിടിച്ചു നോക്കും, ഇവരെ പോലുള്ളതൊക്കെ പിടിച്ചു നോക്കും. രാവിലെ 2 ദോശ ചമ്മന്തി, പിന്നെ വൈകിട്ടും ഉണ്ട് 2 ദോശ. അപ്പോൾ 2 നേരം കഴിച്ചാൽ മതിയെന്ന് പറയുന്നവർ ഇതും കൂടെ ചിന്തിക്കണം. मगर अगर सिर्फ 2 बार ही खाना खाना है तो सुबह 2 रोटी और सब्जी और रात को भी 2 रोटी और सब्जी खाएंगे तो उससे नहीं हो पाएगा. सुबह भी रोटी और मीट और रात को भी रोटी और मीट चाहिए. प्रभु के दास लोग अपनी उम्र में ऐसे 2 रोटी और थोड़ी सब्जी खाकर जिंदा रह सकते हैं, मगर जो युवक है वो तो नहीं कर पाएंगे. ഒരു ദിവസം തോട്ടിലെ വെള്ളം വറ്റി, और एक കാക്കയുടെ വരവ് നിന്നൂന്നില്ല. കാക്ക വന്നു, ഏലിയാവ് ഇല്ലാഞ്ഞോട് പിന്നെ കാക്ക വരാതിരുന്നത്. और एक दिन उस नाले का जो पानी था, वो नदी का पानी समाप्त हो गया है, और वहां पर ये नहीं लिखा है कि कौवे का आना बंद हो गया. वहां पर एलिया नहीं था तो इसलिए कौवा वापस चला गया. പിന്നെ സരഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. और फिर सराफात की जो विधवा है उसके घर में लेकर गए. 3 വർഷം ഏലിയാവ് മൗനവാസമായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു. और 3 साल वो जो एलिया था वो छुप कर बैठा हुआ था. 3 വർഷം കഴിഞ്ഞപ്പോൾ യഹോവയുടെ അരുളപ്പാട്, ഇനി ഒളിച്ചിരിക്കാൻ പാടില്ല, ആഹാബിന്റെ മുമ്പിൽ നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പറഞ്ഞു. और 3 साल बाद एलिया के पास परमेश्वर का वचन आया कि अब तू छुपने की जरूरत नहीं है, जा आहाब के सामने अपने आप को प्रकट कर. ദൈവദാസന്മാർ അധിക നാള് ഒളിച്ചിരിക്കേണ്ടി വരികയില്ല. പുറത്തെടുത്ത് ജനത്തിന് മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ നിർത്തുന്ന സമയം മുന്നിലുണ്ട്. और प्रभु के दासों को अधिक समय छुपकर रहना नहीं पड़ेगा. परमेश्वर बाहर निकालकर राजाओं के सामने, अधिकारियों के सामने खड़ा करेगा. ഏത് കാലം മുടങ്ങിക്കിടന്ന യഹോവയുടെ അരുളപ്പാട് ആ ഏലിയാവിന് ലഭിച്ചതുപോലെ പുതിയ അരുളപ്പാടുകളിലേക്ക് ദൈവം തന്റെ സഭയെ നടത്തും. और जैसे एलिया को कई सालों बाद आमीन प्रभु का वचन मिला, वैसे ही परमेश्वर अपने दासों, अपने लोगों को अपना वचन देने जा रहा है. आमीन, आमीन, ആറാമത്തെ ഏത് കാലം. और छठा बहुत दिनों का जो विषय है, മത്തായി സുവിശേഷം 25-ാം അധ്യായം 19-ാം വാക്യം. मती का सुसमाचार 21 का 19-ാം വാക്യം. 19वां वचन, 25-ാം അധ്യായം 19-ാമത്തെ വാക്യം. മത്തായി എഴുതിയ 25 का 19, मती 25 का 19. വളരെ കാലം കഴിഞ്ഞ വളരെ കാലം കഴിഞ്ഞ ശേഷം ശേഷം വായിച്ചു. ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരെ അപ്പോൾ ആറാമത്തെ ഏറിയ കാലം, യജമാനൻ മടങ്ങി വരുന്ന ഏറിയ കാലം. बहुत दिनों के बाद उन दासों का स्वामी आकर उनसे लेख लेने लगा. जो छठा बहुत दिनों है वो है बहुत दिनों के बाद स्वामी का वापस आना. താലന്തുകൾ കൊടുത്തിട്ട് യജമാനൻ കടന്നുപോയി. और स्वामी ने तालंत देकर आमीन हालेलुया वो चला गया. ഏറിയ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ യജമാനൻ മടങ്ങി വന്നു. और बहुत दिनों के बाद वो जो स्वामी है वो वापस आता है. നമ്മുടെ യജമാനൻ പോയിട്ട് 2000 വർഷമായി. और हमारा स्वामी जाकर 2000 साल हो चुके हैं. നമുക്കറിയാം നമ്മുടെ യജമാനൻ മടങ്ങി വരും. और हमें पता है कि हमारा स्वामी वापस आने जा रहा है. കണക്ക് തീർക്കാൻ യജമാനൻ മടങ്ങി വരും. और सारा लेखा देखा देखने के लिए स्वामी वापस आएगा. ഒരു ഏറിയ കാലം ചരിത്രത്തിൽ നിന്ന് പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. और एक बहुत दिन जो हम चरित्र में से मैं कहकर बैठना चाहूंगा. പഴയ നിയമം അവസാനിക്കുന്നത് മലാക്കി പ്രവചനത്തിലാണ്. और पुराना नियम खत्म मलाकी की भविष्यवाणी में होता है. പുതിയ നിയമത്തിലെ ഒന്നാമത്തെ കുടുംബം സക്കറിയാവ്, എലിസബത്ത്, യോഹന്നാൻ, ആ കുടുംബമാണ് പുതിയ നിയമത്തിലെ ഒന്നാമത്തെ കുടുംബം. और नए नियम का पहला परिवार जो है जकरिया, एलिसबेथ और യോഹन्ना का परिवार है. ഈ രണ്ടിന്റെ ഇടയ്ക്ക് 400 വർഷത്തെ ഇടവേളയാണ്. और इन दोनों के बीच में 400 साल का एक गैप है. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയത് 1500 വർഷം കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നത്. और इसलिए हम कहते हैं कि बाइबल को 1500 सालों में लिखा गया है. പഴയ നിയമം 1000 വർഷം കൊണ്ട് എഴുതി. और पुराना नियम 1000 साल में लिखा गया. പുതിയ നിയമം 100 വർഷം കൊണ്ട് എഴുതി. नया नियम 100 साल में लिखा गया. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് 400 വർഷത്തെ ഇടവേള. और पुराने नियम और नए नियम के बीच में 400 साल का जो है गैप है. ആ ഇടവേളയെ ഡാർക്ക് ഏജ്, അന്ധകാര യുഗമെന്നാണ് വിളിച്ചിരുന്നത്. और उस गैप को डार्क एज या फिर अंधकार का युग कहा गया है. ഏത് കാലം 400 വർഷത്തെ അന്ധകാരം മാറി സ്നാപി യോഹന്നാൻ വന്നപ്പോൾ യേശു പറഞ്ഞു, അവൻ അല്പസമയത്തേക്ക് ജ്വലിച്ച് പ്രകാശിച്ച വിളക്കാവുന്നു. और वहां पर लिखा गया है कि 400 साल बाद अंधकार हट गया और ज्योति उतर कर आई. और യോഹन्ना के बारे में लिखा गया है कि वो कुछ समय तक जलने वाला एक बहुत बड़ा ज्योति है. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശു സത്യ വെളിച്ചം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. और യോहन्ना के मरने के 6 महीने बाद इस दुनिया का सच्चा ज्योति मैं हूं कर यीशु मसीह इस दुनिया में उतर कर ഏത് आए. കാലം ഭൂമി അന്ധകാരത്തിന്റെ കീഴിലായിരുന്നു. और बहुत समय तक ये दुनिया जो है वो अंधकार में थी. ഏത് കാലം കഴിഞ്ഞപ്പോൾ
ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ സത്യ വെളിച്ചം ഭൂമിയിലേക്ക് കടന്നു വന്നു. और बहुत दिनों के बाद इस दुनिया को प्रकाशित करने के लिए सत्य जो ज्योति है वो इस संसार में उतर कर आई. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. अपनी आंखों को बंद करेंगे, सरों को झुकाएंगे. 7 ഏറിയ കാലങ്ങൾ നമ്മൾ കണ്ടു. और 7 बहुत दिनों के विषय में हमने पढ़ा. ഏറിയ കാലത്തെ കാത്തിരിപ്പിന്റെ വിഷയത്തിന് ദൈവം വിടുതൽ കൊടുത്തു. और बहुत दिनों की प्रतीक्षा के ऊपर प्रभु ने आशीष दिया. ഏറിയ കാലത്തെ ദുഃഖ വിഷയത്തിന് ദൈവം വിടുതൽ കൊടുത്തു. और बहुत दिनों के विलाप के विषय में भी परमेश्वर ने छुटकारा दिया. ഏറിയ കാലത്തെ ചുറ്റുനടപ്പിന്റെ വിഷയത്തിന് ദൈവം വിടുതൽ और കൊടുത്തു. बहुत दिनों के घूम कर चलने के विषय में भी परमेश्वर ने छुटकारा ഏറിയ दिया. കാലം ഭയപ്പെട്ട വിഷയത്തിന് ദൈവം വിടുതൽ കൊടുത്തു. और बहुत दिनों के भय के विषय के ऊपर परमेश्वर ने छुटकारा दिया. ഏറിയ കാലത്തെ കാത്തിരിപ്പിന് ശേഷം യജമാനൻ മടങ്ങി വന്നു. और बहुत दिनों के प्रतीक्षा के बाद स्वामी वापस आया है. ഏറിയ കാലം മുടങ്ങിക്കടന്ന യഹോവയുടെ അരുളപ്പാട് പിന്നെയും ഭക്തന് ലഭിച്ചു. और बहुत सालों से रुकावट पड़ी हुई परमेश्वर की वाणी भी परमेश्वर के ഏറിയ भक्तों को കാലത്തെ मिला. ഇരുട്ടുമാതി വെളിച്ചം ഭൂമിയിലേക്ക് കടന്നു വന്നു. और बहुत दिनों के आमीन हालेलुया अंधकार को हटाकर परमेश्वर की रोशनी संसार में ദൈവത്തിൽ आई. ഏത് കാലത്തെ നിന്റെ കാത്തിരിപ്പിന്റെ വിഷയത്തിന് വിടുതൽ ലഭിക്കുന്ന വർഷമാണിത്. और बहुत सालों के तेरी प्रतीक्षा के विषय में परमेश्वर आज छुटकारा देने जा रहा है. മറ്റൊരു വിഷയം പ്രസംഗിക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. और दूसरा एक विषय मैं आपके सन्मुख में प्रचार करने के लिए खड़ा हुआ था. വെളിപ്പാട് പുസ്തകത്തിൽ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന 4 ശബ്ദങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. और प्रकाशित वाक्य में सिंहासन से निकलने वाले 4 शब्दों के बारे में लिखा गया അത് है. പ്രസംഗിക്കാനാണ് ഞാൻ ഒരുങ്ങിയത്. और उसके विषय में प्रचार करने के लिए मैं खड़ा हुआ था. എന്നാൽ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു. और यहाँ पर बैठने के बाद परमेश्वर की आत्मा ने मुझे इस विषय की ओर ഏത് लेके കാലമായി നീ അനുഭവിക്കുന്ന ദുഃഖ വിഷയത്തിന് വിടുതലുണ്ട്. गया. और बहुत सालों से जिस दुखित अवस्था में तू है उससे एक छुटकारा. ഏത് കാലമായി ചുറ്റി നടക്കുന്ന വിഷയത്തിന് വിടുതലുണ്ട്. और बहुत सालों से जो तू घूम कर चल रहा है उस विषय पर तुझे छुटकारा है. ഏത് കാലമായി ഭയപ്പെടുന്ന വിഷയത്തിന് വിടുതലുണ്ട്. और बहुत दिनों से तू जिस विषय पर भयभीत हो रहा है उसमें एक छुटकारा. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. कुछ समय परमेश्वर